ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഷീറ്റ് വരുന്നത്. ഇങ്ങനെയാണ് മെറ്റൽ ഷീറ്റ് വരുന്നത്. ഇപ്പൊ അതൊക്കെ നേരത്തെ കണ്ടതുപോലുള്ള ഒരു പ്രോഡക്റ്റാ വരുന്നത്. പ്രൊഫൈലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഫൈലായിട്ട് മാറാണ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ മെഷീനാണത്. ചൂടിനെ എങ്ങനെ കുറയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഫെറോക്കൂള് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ നാട്ടില് ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുണ്ട്. അതിൽ യുവാക്കളൊക്കെ ഭയങ്കര ആക്റ്റീവാണ് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ണൂർ ഈ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, അതായത് നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ ഫാക്ടറീസ് ഗോഡൗണിലൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നിൽക്കുന്നത്. അമീൻ അതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്, മുഹമ്മദ് അമീൻ. ഇദ്ദേഹം നമ്മളെ വന്ന് കണ്ടു, ഈ കോൺസെപ്റ്റ് അപ്പോൾ നമ്മളോട് പറഞ്ഞു, നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചാണ് അല്ലേ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത് കാണും, ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷീറ്റ്. ഇതൊക്കെ ഉണ്ടായി വരുന്ന ഒരു കമ്പനിയാണിത്. കേരളത്തില് പല പല സ്ഥലങ്ങളിലും സപ്ലൈ ചെയ്യുന്ന ഇവരുടെ കമ്പനിയാണ് അല്ലെ. അമീൻ ഭായ്, നമുക്ക് എങ്ങനെയാണ് ഈ മാനുഫാക്ചറിങ് വരുന്നതെന്നും നിങ്ങളുടെ ഷീറ്റിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കൊന്ന് കാണിച്ചാലോ? നമ്മുടെ ഷീറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഷീറ്റ്. ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഷീറ്റ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മെറ്റൽ ഷീറ്റിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾക്ക് എക്കണോമിക് ലെവലില് പ്രൈസ് കുറച്ച്, അതുപോലെ പിന്നെ ക്വാളിറ്റി നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് ചൂടും കുറക്കാം, അതുപോലെ തന്നെ ശബ്ദവും കുറക്കാം. സാധാരണ ഒരു ഷീറ്റ് അല്ല ഇത് അല്ലേ? അല്ല, ഇത് ഈ ഷീറ്റൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് അല്ലേ? ഇത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്, ഇവിടെ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു റൂഫിംഗ് ഷീറ്റ് ആണ്. ആണല്ലേ? ഇതിന്റെ പ്രത്യേകത മെയിൻലി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥകളൊക്കെ അനുസരിച്ചിട്ട് അതിന്റെ ചൂട് എത്രത്തോളം നമുക്ക് ചൂട് കുറക്കാം, അതുപോലെ ശബ്ദവും കുറക്കാം. ശരിക്കും പറഞ്ഞാൽ മഴയെല്ലാം വരുന്ന സമയത്ത് താഴത്ത് നിന്ന് ഫോൺ സംസാരിക്കാനുള്ള വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മാർക്കറ്റിൽ വേറെ രീതിയിലുള്ള പഫ് ഷീറ്റ് പോലുള്ള ഷീറ്റ് വരുന്നുണ്ട്, പക്ഷെ അത് പ്രൈസ് വൈസ് ഭയങ്കര അധികം. ഇത് എക്കണോമിക്കൽ ലെവലിൽ നമുക്ക് സാധാ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടറി ലെവലിലും ഗോഡൌൺസ്, വെയർ ഹൗസ്, അതുപോലെ വീടുകൾക്ക് വീട്ടിലൊക്കെ ഡ്രസ് ചെയ്യുന്ന സമയത്തോടെ റെസിഡൻഷ്യലിൽ നമ്മൾ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് ചൂട് നല്ലോണം കുറക്കാം, ശബ്ദം കുറക്കാം. അതാണ് ഈ ഷീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് എല്ലാം ഇവിടെ ഉണ്ടായി വരുന്നതല്ലേ? അതെ, ഇത് നമ്മൾ ഇവിടെ തന്നെ മാനുഫാക്ചർ. നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് ഇതൊക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സംരംഭങ്ങളാണ് കേട്ടോ. അമീനെ, നമുക്കൊരു പണി ചെയ്യാം. A to Z ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണിച്ചേക്കാം. ആദ്യം നമ്മുടെ പിന്നെ ഇതൊരു മെറ്റൽ ഷീറ്റ് എന്ന് പറയുന്നത് ഇത് പിന്നെ സിങ്ക് കോട്ടഡ് അലൂമിനിയം മിക്സ്ഡ് റൂഫ് ഷീറ്റ് ആണ് വരുന്നത്. മെറ്റൽ കോട്ട് അലൂമിനിയത്തിലും വരുന്നുണ്ട്, പ്യൂർ അലൂമിനിയത്തിലും വരുന്നുണ്ട്. ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഷീറ്റ് വരുന്നത്. ഇങ്ങനെയാണ് മെറ്റൽ ഷീറ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞ ശബ്ദത്തിന് ഇപ്പൊ ഒന്ന് മുട്ടി നോക്കിയാ സൗണ്ട്. ഇപ്പൊ സൗണ്ട്, നേരത്തെ സൗണ്ട് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. ഈ റെഡ് കളർ തന്നെ നമുക്കൊന്നൊരു റോസി റെഡ്, ഇതിന്റെ പ്യൂർ റെഡ് അല്ല, റോസി റെഡ് എന്ന് പറയും. ആണല്ലേ? ഈ സാധനം തന്നെ നമുക്കൊരു പണി ചെയ്യാം, ഒരു പ്രോസസ് ചെയ്ത് ഷീറ്റ് ആക്കുന്നത് നമ്മുടെ ആൾക്കാരൊന്ന് കാണിച്ചേക്കാം. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല കേട്ടോ, ഇത് ഷീറ്റ് ആയിട്ടാണ് വരണത് അല്ലെ. ഇതിപ്പോ വിവാദൊക്കെ നേരത്തെ കണ്ടതുപോലുള്ള ഒരു പ്രോഡക്റ്റാ വരുന്നത്. ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രൊഫൈലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഫൈലായിട്ട് മാറാണ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ മെഷീനാണിത്. ഓക്കെ, ഇത് ഫൈനലി അവിടെ വന്ന് ഒരു ഷീറ്റായിട്ട് മാറും. നമ്മുടെ ഫെറോ റൂഫിന്റെ ഷീറ്റ് വരികയാണ് അങ്ങനെ. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കോയിലിനെ പ്രോസസ് ചെയ്ത് പിന്നെ ഈ രൂപത്തിലേക്കാണ് വരിക. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ ചെയ്തതിന് ശേഷം വരുന്നതാണ് നമ്മുടെ റൂഫിംഗ് ഷീറ്റ് ആണ് ഈ കോലത്തിൽ വരുന്നത്. നമ്മൾ സാധാരണ ഇതിപ്പോ നമ്മളൊരു ഇതിന്റെ ലെങ്ത് വേരിയസ് വേസിൽ കിട്ടും. അതായത് ഒരു അപ് ടു 35 വരെയെല്ലാം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷന്റെ പ്രശ്നം ഉണ്ടായത് കൊണ്ട് അതിൽ ലെങ്ത് അടിക്കാൻ പറ്റും. എത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. മിഷനറി ഒരു കട്ടിങ്ങിൽ വരും. നമ്മുടെ ഈ ഒരു PPGL ഷീറ്റിനെ, ഗാൽവാനിയം ഷീറ്റിനെ നമ്മൾ ഇതിലേക്കാണ് ഇൻസുലേറ്റഡ് ഷീറ്റ് എന്ന് ഇതിലേക്ക് മാറ്റപ്പെടുന്നത്. ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ക്യാപ്ഷൻ തന്നെ ഉത്തരം മെനി കൂളാകുന്ന റൂഫ്, ഉത്തരം മെനി കൂളാകും. ഇത് വെച്ചാൽ പിന്നെ കൂളാകും. നമുക്ക് എന്തായാലും അതുകൊണ്ടൊന്ന് കണ്ടിട്ട് നമ്മുടെ ആളുകളേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. അമീനെ, നമ്മളങ്ങനെ ഗമ്മൊക്കെ ഇത് മാനുവലി നമ്മൾ പ്രസ് ചെയ്തു. മാനുവലി പിന്നെ ഇതിലേക്ക് ഗം കംപ്ലീറ്റ് സ്പ്രേ ചെയ്തു. ഇനി വരുന്നത് നമ്മളൊരു ഹോട്ട് പ്രോസസിംഗ് ആണ്. അതെന്താ വെച്ചാൽ നമ്മൾ ഇതിലുള്ള ഗമ്മിനെ 60 ഡിഗ്രിയിൽ മേലെ ചൂടാക്കിയിട്ട് ഈ XLP എന്ന് പറയും, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്.
ഓക്കെ 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 ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് XLP എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അലൂപെറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ. ഓക്കെ ഓക്കെ. ഇത് 2 ലെയർ ആണ്. നമ്മുടെ റൂഫിംഗ് ഷീറ്റ് അടക്കം വരുന്നത് 3 ലെയർ. മൊത്തം 3 ലെയർ ടോട്ടലി 3 ലെയേഴ്സ്. അപ്പൊ ഇതിനെ നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഇവിടുന്ന് ഒരു ഹീറ്റ് പ്രോസസ് ഉണ്ട്. ഇതിന്റെ താഴ്ന്ന ഒരു ഹീറ്റ് പ്രോസസ് വരുന്നുണ്ട്. ഇതിനെ ഈ ഹീറ്റ് പ്രോസസ് നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കാൻ പറ്റും. പക്ഷേ ഇതിന് 60 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ട് ഇതിനെ കംപ്രസ് ചെയ്യും. മിഷനറി ആയിട്ട് ഇതിനെ അതിലേക്ക് കംപ്രസ് ചെയ്യും. നമ്മുടെ സാധനം റെഡിയായി വരുന്നുണ്ട്. ഇത് എത്ര ലെയർ ഉള്ളത്? ഇത് ടോട്ടലി റൂഫിംഗ് ഷീറ്റ് അടക്കം 3 ലെയറാണ് വരുന്നത്. അലൂപെറ്റ് എന്ന് പറഞ്ഞ ഷീറ്റ്, അതിന്റെ അടിയിൽ XLP എന്ന് പറഞ്ഞ ഡെൻസിറ്റി കൂടി. ഈ ഡെൻസിറ്റി കൂടിയ ഷീറ്റ് യൂസ് ചെയ്യുന്ന തന്നെ ശബ്ദം കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഷീറ്റിൽ വന്ന് വെള്ളം വീഴുന്ന സൗണ്ട് ഉണ്ടാവില്ല. അതെ, യെസ്. കമ്പയറിംഗ് വിത്ത് മെറ്റൽ ഷീറ്റ്, അതായത് അലൂമിനിയം അല്ലെങ്കിൽ PPGL ഷീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ. അങ്ങനെ നമ്മുടെ ഫെറോ റൂഫിനെ ഫെറോ കൂളാക്കി മാറ്റി അല്ലേ? പ്രോഡക്റ്റ് എല്ലാം റെഡിയായി. നമ്മുടെ കണ്ണൂർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അടിപൊളി. പിന്നെ ഇത് വരുന്നുണ്ടോ? പിന്നെ വേറെ കാരണം ഇത് റൂഫിന് അടിയിൽ വരുന്ന ഒരാളും കയറി പറിക്കാനൊന്നും പോകണമെന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മമ്മി ഞാൻ മനസ്സിലാക്കുന്നത് ചൂട് താങ്ങുമോ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഞങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഒരു 40-50 ഡിഗ്രിയാണ് ഇവിടുത്തെ ക്ലൈമറ്റിൽ ചൂടുണ്ടാവും. അതിന്റെ പേരിൽ ഒരിക്കലും ഇത് പോകില്ല. ഗ്യാരണ്ടി ഉറപ്പ്. പിന്നെ വരുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ട്രാൻസ്പോർട്ടേഷനിൽ സംഭവിക്കുന്നത് മുകളിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ ഉള്ളത് അതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ഇതൊരു ഡാമേജ് വരും. വേറെ രീതിയിൽ തനിയെ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു റൂഫിങ്ങിന്റെ ഒരു ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്ന ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ ഫെറോകൂൾ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ആളുകളൊക്കെ വിളിക്കും. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഗോഡൌൺ പണിയുകയോ അല്ലെങ്കിൽ ഫാക്ടറി പണിയുകയോ ചൂടിനെ എങ്ങനെ കുറയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഫെറോകൂൾ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ ഷീറ്റ് റൂഫിംഗ് ഷീറ്റ് മെറ്റൽ റൂഫിംഗ് ഷീറ്റ് അല്ലെങ്കിൽ അലൂമിനിയം റൂഫിംഗ് ഷീറ്റ് ഉപയോഗിക്കുന്ന സ്ട്രക്ചറിൽ തന്നെ ആ സ്ട്രക്ചറിന്റെ വെയിറ്റ് കൂട്ടാണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്കണോമിക്കലായിട്ട് വരും. എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ എക്കണോമിക്കലായിട്ട് നമുക്ക് ചൂട് കുറച്ചും മഴ വരുമ്പോൾ ശബ്ദം കുറച്ചിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് പിന്നെ 0.35 mm മുതൽ 0.50 mm വരെ ഷീറ്റും അതിന്റെ താഴത്ത് ഉപയോഗിക്കുന്ന ഈ XLP എന്ന് പറയുന്ന പ്രോഡക്റ്റ് XLP വിത്ത് അലൂപെറ്റ് ലെയർ 2 ലെയർ ആയിട്ടുള്ള സാധനം, മൊത്തം ടോട്ടൽ 3 ലെയർ വരുന്ന സാധനം. ഇത് 5 mm ഓൺവേർഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 5 mm ഓൺവേർഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ആളുകളൊക്കെ വിളിക്കും. ഹാർഡ്വെയർ ഷോപ്പ് റൂഫിങ്ങിന്റെ ഒക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ റൂഫിംഗ് ഷീറ്റിൽ എൻഡ് യൂസർക്ക് കസ്റ്റമർക്ക് ഡയറക്റ്റ് വിളിക്കാമല്ലോ. അത് നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറുമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ അവർ ത്രൂ സപ്ലൈ ചെയ്യും. വെരി ഗുഡ്. B2C കൊടുക്കും അല്ലേ? B2C ഡയറക്റ്റ് കൊടുക്കുന്നില്ല, B2B കൊടുക്കുക. ഒരു ഗ്രൂപ്പാണ് കേട്ടോ. ഇദ്ദേഹം വൺ ഓഫ് ദ മാനേജിംഗ് ഡയറക്ടർ ആണ്. അപ്പൊ ഇവർക്കൊക്കെ എല്ലാവിധ ആശംസകളും പടച്ചവൻ ഹൈറിലാക്കട്ടെ. ഈ ബിസിനസ് മുന്നോട്ട് പോട്ടെ. ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.